ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇംഗ്ലണ്ടിലെ ചാൾസ് രാജാവും കമീല രാജ്ഞിയും വത്തിക്കാനിലെത്തി ഫ്രാൻസിസ് പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ ദിവസം പാപ്പയുടെ സ്വകാര്യ വസതിയിലെത്തിയാണ് മാർപ്പാപ്പയെ സന്ദർശിച്ചത്. കൂടിക്കാഴ്ചയ്ക്കിടെ ഇരുവരുടെയും വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് ആശംസകൾ പാപ്പ നേർന്നു. ഫെബ്രുവരി രാജകുടുംബാംഗങ്ങൾ റോമിലേക്കുള്ള യാത്രയ്ക്കിടെ ഫ്രാൻസിസ് പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ബക്കിംഗ്ഹാം പാലസ് അറിയിച്ചിരുന്നു. എന്നാൽ മാർപ്പാപ്പയ്ക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വത്തിക്കാൻ സന്ദർശനം മാറ്റിവെക്കുകയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ അമേരിക്കൻ കത്തോലിക്ക മെത്രാൻ സമിതി. അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പരിപാടികൾ നിർത്തിവെച്ച ട്രംപിന്റെ ഭരണകൂട നടപടിയുടെ പശ്ചാത്തലത്തിൽ സർക്കാരുമായുള്ള സഹകരണ കരാറുകൾ പുതുക്കേണ്ടതില്ലെന്ന് അമേരിക്കൻ കത്തോലിക്ക മെത്രാൻ സമിതി വ്യക്തമാക്കി. അക്രമത്തിലും പീഡനങ്ങളിൽ നിന്നും സഹോദരങ്ങളെ രക്ഷിക്കുന്നതിന് പറ്റിയ ഏറ്റവും ഉചിതമായ വഴികളെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നുവെന്ന് മെത്രാൻമാർ പറഞ്ഞു. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സാമ്പത്തിക സഹായം തികയാതെ വരുമ്പോൾ ദൈവജനത്തിന്റെ ഉദാരമായ സഹായത്തോടെയാണ് അജപാലന പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. ബ്രിട്ടനിലെ ദേവാലയങ്ങൾ അതിജീവനത്തിന്റെ പാതയിലെന്ന് പുതിയ റിപ്പോർട്ടുകൾ. ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് ബ്രിട്ടൻ വ്യതിചലിച്ചുവെന്ന പ്രചാരണങ്ങൾക്കിടെയാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ബൈബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പഠന റിപ്പോർട്ടിൽ ദേവാലയങ്ങളിൽ എത്തുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടെന്നാണ് പറയുന്നത്. 2018-നും 2024-നും ഇടയിൽ ദേവാലയത്തിലെത്തുന്നവരുടെ എണ്ണം 50% വർദ്ധിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബദനി നവജീവൻ പ്രൊവിൻസിന്റെ രജത ജൂബിലി വർഷാചരണത്തിന്റെ ഭാഗമായി വിവിധ നിയോഗങ്ങൾ സമർപ്പിച്ചുള്ള 24 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധന ആരംഭിച്ചു. ബദനി നവജീവൻ പ്രൊവിൻസിന്റെ ആശ്രമ ചാപ്പലിലാണ് ദിവ്യകാരുണ്യ ആരാധന നടക്കുന്നത്. ഇന്ന് ആരംഭിച്ച ആരാധന നാളെ രാവിലെ 7:30-ന് സമാപിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരും സിസ്റ്റേഴ്സുമാണ് ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ ലോകം മുഴുവനെയും സഭയെയും സമർപ്പിതരെയും സഭാംഗങ്ങളെയും സന്യാസ സമൂഹങ്ങളെയും അവരുടെ വ്യത്യസ്തമായ ശുശ്രൂഷകളെയും ദൈവകരുണയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഫ്രാൻസിസ് പാപ്പയ്ക്ക് നന്ദി പറഞ്ഞ് ഗാസയിലെ കത്തോലിക്ക ഇടവക. കഴിഞ്ഞ ദിവസങ്ങളിലും ഫ്രാൻസിസ് പാപ്പ തങ്ങളെ ഫോണിൽ വിളിച്ചുവെന്നും സമാധാനത്തിനായുള്ള പാപ്പയുടെ അഭ്യർത്ഥനയ്ക്ക് തങ്ങൾ നന്ദിയുള്ളവരാണെന്നും ഗാസയിലെ തിരുക്കുടുംബ ദേവാലയത്തിന് വികാരി ഫാദർ ഗബ്രിയേൽ റൊമനെല്ലി പറഞ്ഞു. 2 മാസത്തോളമായി ചികിത്സയിൽ തുടരുന്ന പാപ്പ വത്തിക്കാനിലെ സാന്താ മാർത്ത ഭവനത്തിലേക്ക് തിരികെ എത്തിയതിനു ശേഷം ഗാസയിലെ ഇടവകയിലേക്ക് വിളിച്ചുവെന്നറിയിച്ച ഇടവക വികാരി പരിശുദ്ധ പിതാവ് തങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണെന്നതിൽ നന്ദിയുണ്ടെന്നും പറഞ്ഞു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.